അപ്പോൾ അതിൽ ഞാൻ കൃത്യമായി പറഞ്ഞ കാര്യമാണ്, യുദ്ധം ഉണ്ടാവും, ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാവും എന്നുള്ളത് ഈ വർഷം ഉറപ്പിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. ജപ്പാനീസ് ഫോളോ ചെയ്യുന്നുണ്ട് ഈ നമ്പറിനെ കുറിച്ച്. പേരിൽ ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോഴും അവർക്ക് അതിലും മൈൻഡ് ചെയ്യില്ല. അയ്യോ പേരെന്തായാലും എന്താണ് പ്രശ്നം. പക്ഷെ അവരൊക്കെ അങ്ങനെ വിളിക്കുമ്പോഴും നമ്മൾ എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതിലാണ് കാര്യം. 9 എന്ന് കഴിഞ്ഞാൽ സർവ്വസേനാധിപൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതേപോലെ ഇപ്പം സിഗ്നിഫിക്കൻ്റ് ആയ ഒരു നല്ലൊരു നമ്പർ പോലെ 369. ഇതേപോലെ നമുക്ക് എല്ലാവർക്കും മോശമായ അങ്ങനെ എന്തെങ്കിലും നമ്പേഴ്സ് ഉണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് പറഞ്ഞ പോലെ തന്നെ തിരിച്ച് എല്ലാവർക്കും മോശമായിട്ടുള്ള അങ്ങനെ പറയാൻ പറ്റില്ല. പല കാര്യങ്ങളും പലവർക്കും മോശം എന്നതും പലവർക്കും നല്ലതും ആവുന്നുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ 8 എന്നുള്ള ഒരു എനർജി പലവരും വളരെ എന്താ പറയുക ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരു നമ്പറാണ് 8 അല്ലെ. 8ൻ്റെ പണി എന്ന് പറയുന്ന പോലെ 8 എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു നമ്പറാണ്. അതേസമയം അതിനെ അനുകൂലമാക്കിയിരിക്കുന്നവർ, അതായത് 8 എന്നുള്ളത് ഭയങ്കര ശനീശ്വരൻ്റെ എനർജിയാണ്. ശനീശ്വരൻ്റെ ആ ഒരു സ്വഭാവവുമായിട്ട് അടുത്ത് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കതിനെ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും. അതായത് മറ്റുള്ളവരുടെ എല്ലാവരുടെയും ജീവിത സ്റ്റൈല് ഒരു പക്ഷേ ഇവർക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലേ. എന്താ പറയുക, പലതരത്തിലുള്ള ആൾക്കാർ വേണം ലോകത്തിൽ അല്ലേ. മാസ്റ്ററായിട്ട് വേണം, പിന്നെ സയൻറ്റിസ്റ്റായിട്ട് ആൾക്കാർ വേണം, അതുപോലെ കോമഡിയനായിട്ട് ആൾക്കാർ വേണം അല്ലേ, നൃത്തം ചെയ്യുന്ന ആൾക്കാർ വേണം, അങ്ങനെ എല്ലാ തരത്തിലും വേൾഡിൽ ആൾക്കാർ വേണം. പക്ഷേ 8 എന്ന എനർജി വെച്ചിട്ട് പിന്നെ മറ്റൊരു കാര്യത്തിലേക്ക് പോകുമ്പോഴേക്കും അവർക്ക് ഒരു പക്ഷേ ഫ്ലെക്സിബിൾ ആകണമെന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവർ നിയമത്തിനെ കുറിച്ചിട്ടും സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങളെ കൊണ്ടുപോയി ഒരു ലീഡറായിട്ടൊക്കെ പോകാനൊക്കെ ഉള്ള ഒരു ബെസ്റ്റായിട്ടുള്ള എനർജിയാണ്. അങ്ങനെ പോകുമ്പോൾ അത് അനുകൂലമാകും. മറ്റൊരു തരത്തിൽ പോകുമ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് അത് സ്ട്രഗിളിംഗ് ആയിട്ട് വരും. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ അനുകൂലമാക്കാം, എങ്ങനെ എന്താ പറയുക, എങ്ങനെ അതിനെ നമ്മൾക്ക് അനുകൂലമാക്കി കൊണ്ടുവരാം എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ തമ്പാൻ എങ്ങനെ ഇത് ഈ ഒരു കോൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സയൻസിലേക്ക് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതെ അത് എനിക്ക് പറയാൻ ഇതിൻ്റെ ഒരു വിശ്വാസ്യതയാണ് ആദ്യം. കാരണം ഇതിലെന്തെങ്കിലും റിലീജിയസ്ലി അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ടാണോ അതോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന? അതെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പൈതഗോറിയൻ ഈ കണക്ക് സംഖ്യകൾ കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ എനർജിയെ കുറിച്ചിട്ടും അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ തമിഴ് സംഖ്യ വേദിക് ശാസ്ത്ര അതെ അതുണ്ട്. അതുപോലെ പിന്നെ ജപ്പാനീസ് ഫോളോ ചെയ്യുന്നുണ്ട് ഈ നമ്പറിനെ കുറിച്ചിട്ട്, ചൈനീസ് ആൾക്കാർ. അപ്പോൾ ലോകത്തിലെമ്പാടും ഈ നമ്പറിനെ കുറിച്ചിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് എത്രമാത്രം വിശ്വാസ്യമായത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതിൽ കാൽഡിയൻ എന്ന ന്യൂമറോളജിയാണ് പേരിൻ്റെ എനർജി പ്രകാരം ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ഞാൻ ഓൾറെഡി എൻ്റെ ഗ്രാൻഡ് ഫാദറൊക്കെ ജ്യോതിഷമൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ സമയത്ത് നമ്മൾ നിന്നിട്ടില്ല. പിന്നീട് ഞാൻ ന്യൂമറോളജിയെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഇതിലേക്ക് പൂർണ്ണമായിട്ടും വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ത്യയിലും ഇനി വിദേശത്ത് എവിടെ പോയി കഴിഞ്ഞാലും ഒരു ഉത്തരമേ ആൾക്കാർ പറയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ പൊതുവെ ഈ ജ്യോതിഷത്തിനെ അപേക്ഷിച്ച്, ഞാൻ ജ്യോതിഷം മോശമാണെന്നല്ല പറയുന്നത്, പക്ഷേ അപേക്ഷിച്ച് പഠിക്കാനും കുറച്ചും കൂടി എളുപ്പം ആണ്. എൻ്റെ അടുത്ത് നിന്ന് ഇഷ്ടംപോലെ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ അവരൊക്കെ പറയുന്നത് ജ്യോതിഷവുമായിട്ട് തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് ഒരുപോലെ തന്നെ കിട്ടും. അതായത് ഒരാളുടെ പിന്നെ ഇപ്പം ഒരാൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആ ഒരു സ്ഥിതി ഇതാണെങ്കിൽ ജ്യോതിഷപ്രകാരം നോക്കുമ്പോഴും അതേപോലെ തന്നെയാണ് കാണുക. അപ്പോൾ എല്ലാം ഒരുപോലെ വരുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഇത് കുറേ കൂടി എളുപ്പമാണ്. ഇത് പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും എല്ലാവരും ഒരേ കാര്യം തന്നെയാണ് ഫോളോ ചെയ്യുന്നുള്ളത്. ഇതിൻ്റെ ഒരു പിന്നെ ഈസി ആണ്, മറ്റുള്ളവരിലേക്ക് ഫെമിലിയർ ആക്കുന്ന ഒരു കാര്യമാണ്. തമ്പാൻ്റെ എക്സ്പീരിയൻസിൽ ആരെങ്കിലും ഈ പേര് കാരണം വളരെ കഷ്ടപ്പെട്ട ഏതെങ്കിലും അപ്രോച്ച് ചെയ്ത് അങ്ങനെ ആൾക്കാരുണ്ട്? അല്ലെങ്കിൽ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ന്യൂമറോളജിസ്റ്റ് ആണെന്ന് അറിഞ്ഞ് തമ്പാനെ അപ്രോച്ച് ചെയ്ത് പേര് കാരണമായിരുന്നു, അപ്പം തമ്പാൻ ഐഡന്റിഫൈ ചെയ്യുന്നു, അങ്ങനെ ഏതെങ്കിലും കേസുകളുണ്ടായിരുന്നു പേര് കാരണമാണ്? അതെ, അത് ഒന്നില്ല, കുറേ കേസുകൾ വന്നിട്ടുണ്ട്. ഞാൻ ഈ ടി വിയിൽ ഫോൺ ഇൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ സമയത്തൊക്കെ വിളിച്ച് പറയുന്നവർ പിന്നെ എൻ്റെ പേര് ഇങ്ങനെയാണ്, എനിക്കെന്താണ് ഒരു നല്ല കാലം വരാത്തതെന്ന് പറയും. പക്ഷേ പേരിൽ ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോഴും അവർക്ക് അതിലും മൈൻഡ് ചെയ്യില്ല. അയ്യോ പേരെന്തായാലും എന്താണ് പ്രശ്നം. കാരണം ഇന്ന് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന, ഞാനൊക്കെ മലയാളം മീഡിയം പഠിച്ച ആളാണ്. അപ്പോൾ അവിടെയൊക്കെ എല്ലാ സ്ഥലത്തും ആദ്യമൊക്കെ നമ്മൾ മലയാളത്തിൽ തന്നെയായിരുന്നു പേര്. പക്ഷേ ഇന്ന് 99% സ്ഥലത്ത് ഇംഗ്ലീഷിലാണ് എഴുതിയത്. അപ്പോൾ അതിൻ്റെ എനർജി തന്നെയാണ് നമ്മളെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ബാഡായിട്ടുള്ളതാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നല്ല ഡേറ്റ് ഓഫ് ബർത്ത്, ഉദാഹരണം പേഴ്സണാലിറ്റി നമ്പർ 1, ലൈഫ് പാത്ത് നമ്പർ 5, നമ്മുടെ ദുൽഖർ സൽമാൻ്റെയൊക്കെ ഒരു ഇതാണ്. അപ്പോൾ അതുപോലെയൊക്കെയുള്ള പിന്നെ അദ്ദേഹം അതിനനുസരിച്ചിട്ട് എനിക്കറിയില്ല അതെങ്ങനെയാണ് അത്രയും കൃത്യമായിട്ട് അത്രയും ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു നമ്പർ വന്നത് എന്നുള്ളത്. ഓക്കെ, എന്തായാലും അതുപോലെയുള്ള ലക്കിയസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഉള്ളവരും ഒരു ഭയങ്കര അൺലക്കി ആയിട്ടുള്ള പേര് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്
എന്താ പറയുക, അവർക്ക് തലയിൽ ഭാരം കയറ്റിയ ഒരവസ്ഥയായിരിക്കും. ഒരിക്കലും അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ജീവിതം കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് അനുകൂലമായി അവരെ ഈസിയാക്കുന്ന രീതിയിലുള്ള പേര് വെച്ചിട്ട് തന്നെ കൊടുക്കണം. ഇപ്പം നമ്മൾ പേരിൻ്റെ എനർജിയിൽ ഇപ്പം എന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ഒരു ഉദാഹരണം തന്നെ നരേന്ദ്രമോദിയുടെ, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി നമ്പർ 8, ലൈഫ് പാത്ത് നമ്പർ 5 ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ലുക്കിൽ പറയാം അവരുടെ ഫാമിലി ഒരിക്കലും ഫാമിലി ലൈഫ് സക്സസ് ആവില്ല. അപ്പോൾ അദ്ദേഹം നമ്മൾ വലിയ സക്സസ് ആയി കാണുന്നുണ്ടെങ്കിലും പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യത്തിൽ സക്സസ് അല്ല. ഇതുപോലെ ഫാമിലി ലൈഫിൽ തീർത്തും സക്സസ് അല്ലാത്ത ഒരു എനർജിയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ അതിന് ഉദാഹരണങ്ങളാണ്. നമ്മൾ ഓരോരോ വ്യക്തിയെയും കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ, പലരും റെക്കോർഡിക്കൽ വേറെയും ശരിക്കുള്ളത് വേറെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് റെക്കോർഡിൽ നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതും വേറൊരു സത്യം. ഇപ്പോൾ ഈ പേരിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പം ഒരുപാട് അല്ല എല്ലാ മതത്തിലും ആൾക്കാർ ദൈവത്തിൻ്റെ പേരിടുക, അല്ലെങ്കിൽ പ്രോഫറ്റ്സിൻ്റെ പേര് യൂസ് ചെയ്യുക, ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ സെയിൻസിൻ്റെ പേര് യൂസ് ചെയ്യുക. പക്ഷേ ഇങ്ങനത്തെ പേര് സെലക്ട് ചെയ്തവർക്കും നമ്മൾ ലൈഫിൽ കാണുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അപ്പം പക്ഷേ ഈ നെയിം സെലക്ട് ചെയ്തിട്ട് പോലും അതെന്തായിരിക്കും, ന്യൂമറോളജിയിൽ എന്താണ് അതിൻ്റെ ഒരു? അതെ, അത് എന്താ പറയുക, പിന്നെ ന്യൂമറോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ പാർട്സ് ആയിട്ടാണ് അതിൻ്റെ എനർജി നോക്കുന്നത്. ഇപ്പോൾ ഡി എന്ന് പറഞ്ഞ ഒരു ലെറ്റർ, അപ്പോൾ അത് DI എന്ന് പറയുമ്പോൾ ഡൈ എന്നുള്ള മരണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ അതിപ്പം മഹാത്മാഗാന്ധിയുടെ പേരിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അതുപോലെയുള്ളൊരു ഇന്ദിരാഗാന്ധിയുടെ DI എന്നുണ്ട്. അതുപോലെ രാജീവ് ഗാന്ധി. ഇതൊക്കെ അവരുടെ ആ ഒരു എനർജീനെ നമ്മൾ ശരിയ വെക്കുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ മരണം പോലെയുള്ള സംഭവങ്ങൾ നേരിടാനുള്ള സാധ്യത. അപ്പം അത് നമ്മൾക്ക് മറ്റൊരു തരത്തിൽ നോക്കുമ്പോൾ മോദി എന്നുള്ള പേരിലും DI എന്നുള്ളത് വരുന്നുണ്ട്. അപ്പോൾ ഈ ചില അവസരങ്ങളിലുള്ള സ്ട്രഗിളിങ്, ശക്തമായിട്ടുള്ള സ്ട്രഗിളിങ്ങിൻ്റെ സൂചന ആയിട്ട് പിന്നെ ഇതുണ്ട്. അതുപോലെ ചില എനർജിയിൽ പിന്നെ സാഡ് എന്നൊക്കെ, പ്രസാദ് എന്നൊക്കെയുള്ള പേരിന് SAD. അപ്പോൾ പ്രസാദ് എന്ന് പറയുമ്പം നമ്മൾ പൊതുവേ മലയാളം മീനിങ്ങോ അല്ലെങ്കിൽ സംസ്കൃത മീനിങ്ങോ നോക്കിക്കഴിഞ്ഞാൽ പ്രസാദം, സന്തോഷം എന്നുള്ള അർത്ഥമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ഈ ലെറ്ററിൻ്റെ എനർജി സാഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് അവരുടെ ജീവിതത്തിനെ സ്വാധീനിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഓരോ ലെറ്ററിൻ്റെയും ഇടയിലുള്ള ഒരു ശബ്ദാർത്ഥത്തിനെ അതിനെ കട്ട് ചെയ്തുകൊണ്ട് നോക്കണം, വിശദീകരിക്കണം. എങ്കിൽ മാത്രമേ ഈ പ്രൊണോളജി എന്നാണ് ന്യൂമറോളജിയിൽ ശാസ്ത്രത്തിനെ പറയാം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് നോക്കണം. പക്ഷേ പലപ്പോഴും നമുക്ക് ഒരാളുടെ പേര് മുഴുവനായിട്ട് മാറ്റാൻ പറ്റില്ല. അങ്ങനെ തന്നെ അതൊക്കെ കുട്ടികൾക്ക് ഇടുമ്പം തന്നെ നമുക്ക് നോക്കാമെന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഒരു 10-30 വയസ്സെങ്കിലും കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം പേര് മുഴുവനായിട്ട് മാറ്റൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഇപ്പം സാഡ് എന്ന് തന്നെ പറഞ്ഞു, പക്ഷേ എന്നിരുന്നാൽ അത് ഇംഗ്ലീഷിലുള്ള മീനിങ് ആണ്. അതുപോലെ മലയാളത്തിലും ഇപ്പം സു എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ പേരിലൊക്കെ സു എന്നുള്ളത്, അപ്പോൾ അത് കുറച്ച് എന്താ പറയുക, സ്ട്രഗിളിങ് അനുഭവിക്കുന്ന പേരാണെന്നാണ് പറയാറ്. പക്ഷേ സു എന്നത് സംസ്കൃത മീനിങ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലതാണ്. സു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരം, അല്ലെങ്കിൽ സുപ്രഭാതം, നല്ല പ്രഭാതം, നല്ലതെന്നുള്ള ഒരർത്ഥം. സുഗുണൻ എന്നൊക്കെ പറയുന്നത് നല്ല ഗുണമില്ലത്. അത് പറഞ്ഞ പോലെ സു എന്ന് പറയുമ്പോഴേക്കും നല്ലത് എന്നുള്ള ഒരു അർത്ഥം നമ്മുടെ ഇവിടെയുള്ള മീനിങ്ങിലുണ്ട്. പക്ഷേ അതല്ലാതെ പുറത്ത് വെച്ച് നോക്കുന്ന സമയത്ത് അതിനൊരു മോശം മീനിങ് ഉണ്ട്. അതുപോലെ പല ആൾക്കാരുടെയും പേരിൻ്റെ അകത്ത് ഇതുപോലെ സൂക്ഷ്മമായിട്ട് ഉൾക്കൊള്ളുന്ന പേരുകളുണ്ട് എന്നുള്ളത് സത്യം തന്നെ. ആ മീനിങ്ങിനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്തുള്ള എനർജി തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ചോദിച്ചത് ഇതുപോലെ ഈ പ്രസാദ് എന്ന് പോലെയില്ല, അല്ലെങ്കിൽ വലിയ ദൈവങ്ങളുടെ പേരിലൊക്കെ അതിലൊക്കെ അകത്ത് നോക്കുമ്പോഴേക്കും ഇതുപോലെയുള്ള നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ ജീവിതത്തിനെ ബാധിക്കും. അത് ഈവൻ എന്താ പറയുക, ദൈവങ്ങളാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിലും കാണാം. ഇപ്പം നമ്മൾ ശ്രീരാമൻ എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിനെ പോലെ ദുഃഖിച്ച മനുഷ്യൻ വേറെ ഇല്ല, അല്ലെ, ദുഃഖം അനുഭവപ്പെടുക. അതുപോലെ കൃഷ്ണനാണെങ്കിൽ അങ്ങനെ അവർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ഇതുണ്ട്, ഗുണങ്ങളും ദോഷങ്ങളും. അല്ലെ, അമ്മേനെ അച്ഛനെയും ജയിലിലിട്ട്, അല്ലേ, അങ്ങനെയല്ലേ കൃഷ്ണൻ്റെ ഇത്. അപ്പോൾ അങ്ങനെ ഓരോരോ ആൾക്കും ദുഃഖിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതും സത്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പം പറഞ്ഞു നെയിം ചേഞ്ച് ചെയ്യുന്നവരുടെ, ഇപ്പോൾ ഈ നെയിം ചേഞ്ച് ചെയ്താലും ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു റെക്കോർഡിക്കലിയുള്ള നെയിമിൽ അറിയപ്പെടുന്നു, ചേഞ്ച് ചെയ്തു, പക്ഷെ ആ നെയിം അക്സെപ്റ്റൻസ് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നത് കുറവായിരിക്കും. കാരണം കൂടുതലും നമ്മൾ അറിയാവുന്ന പേരിലായിരിക്കും അവർ നമ്മളെ വിളിക്കുക. അല്ലെങ്കിൽ ഇപ്പം വർക്ക് പ്ലേസിൽ വേറെ നിയമമായിരിക്കും നമുക്ക്, അതായത് അവർ അഡ്രസ്സ് ചെയ്ത് ശീലമുള്ള പേരായിരിക്കും വിളിക്കുക. വീട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിലൊക്കെ പേര്. അപ്പോൾ അത് മാറ്റർ ചെയ്യുന്നുണ്ടോ ന്യൂറോളജിയിൽ? തീർച്ചയായിട്ടും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മളെങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു വ്യക്തിയെ അടയാളപ്പെടുത്തുക. ഇപ്പം ഞാൻ ഇതിന് മുമ്പിലുള്ള ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വീട്ടിൽ നമ്മളൊരു
പക്ഷേ പിന്നെ IAS ഓഫീസറായിരിക്കാം, പിന്നെ ഒരു വലിയ അല്ല ഏത് തരത്തിലുള്ള ആളും വീട്ടിൽ മോനെ അല്ലെ കുട്ടാന്നല്ലേ ആയിരിക്കും വിളിക്കുക. ഇനി അതേപോലെ ഈ അച്ഛനും അമ്മേനെയും എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? അച്ഛൻ അമ്മ എന്ന പേര് വിളിക്കത്തില്ലല്ലോ. അപ്പോൾ ഓരോരാളും പിന്നെ കൂട്ടുകാരുടെ ഇടയിൽ ചിലപ്പോൾ ഒരു സെക്കൻഡ് നെയിം ഉണ്ടായിരിക്കാം. പക്ഷെ അവരൊക്കെ അങ്ങനെ വിളിക്കുമ്പോഴും നമ്മൾ എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതിലാണ് കാര്യം. ഒരു വ്യക്തിയെ പിന്നെ ഐഡൻറ്റിറ്റി ചെയ്യുന്ന കുറച്ച് ലെറ്റർ, അതിൻ്റെ എനർജിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങളെ റെക്കോർഡിക്കലി മാത്രമേ അങ്ങനെ നിങ്ങളെ നിർണ്ണയിക്കാൻ പറ്റുള്ളൂ എങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. അല്ലാതെ എന്താ പറയുക, വിളിക്കുന്നതിൽ കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വിളിക്കുന്നതിൽ ശബ്ദാർത്ഥത്തിന് കുറച്ച് ഉണ്ടെങ്കിലും എങ്ങനെ അടയാളപ്പെടുത്തുന്നു അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു വ്യക്തിയെ എങ്ങനെ അടയാളപ്പെടുത്തുന്നു. ഓക്കെ, ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തു കാര്യങ്ങൾ, അപ്പം എനിക്ക് കുറച്ച് ഇൻസൈറ്റ് കിട്ടി തമ്പാൻ്റെ അടുത്തു നിന്ന്. പക്ഷേ ഇത് ഈ ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ വിശ്വസിക്കുന്ന ഒരാൾക്കാരുണ്ട്, ഒരുപാട് ഇപ്പോൾ പ്രാക്ടീസിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതേപോലെ തന്നെ ഒരു സൈഡ് ആൾക്കാരുണ്ട്, ഇതൊക്കെ ഉള്ളതാണോ, അല്ലെങ്കിൽ ഇതിലെന്താണ് ഇതിൻ്റെ ഒരു ബേസിക്, ഇത് ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടാകും. ചിലവർ വളരെ ഇഗ്നോറൻ്റ് ആയിരിക്കും, ചിലവർക്ക് അവർക്ക് ഡൗട്ട്സ് ഉണ്ടാവില്ല, ഇതൊരു സയൻസ് അല്ല എന്ന് തന്നെ ഔട്ട്റൈറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു എന്താണ് അതിൻ്റെ ഒരു തമ്പാൻ്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? അവർക്ക് കൊടുക്കാനുള്ള ഒരു മറുപടി അല്ലേ, എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവര്? ഓക്കെ, ഇതിനിപ്പോൾ മനസ്സിലാക്കാൻ താല്പര്യപ്പെട്ട് വരുന്ന ഒരാൾക്ക്. അതെ. അപ്പോൾ ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരാളുടെ ജീവിത അനുഭവം കൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തും അവരുടെ പേരും വെച്ചിട്ട് അവരുടെ അനുഭവം പറയുമ്പോൾ തന്നെ അവർക്ക് കാര്യങ്ങൾ പിടികിട്ടും. അത് ശരിയാണെങ്കിൽ അവർക്ക് ശരിക്കും വിശ്വസിക്കാവുന്നതാണ്. പിന്നെ അതല്ലാതെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, എല്ലാം ഓരോരോ ഓർഡർ ഉണ്ടാവും. ലോകത്തിന് ഒരു ഓർഡർ ഉണ്ടാവും. ചില വനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ കുറേ സിംഹങ്ങൾ, അല്ലെങ്കിൽ അവിടെ ഒരു തരം സസ്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ എനർജീൻ്റെ ഓരോരോ പ്രോസസ്സ് കാണാൻ വേണ്ടി പറ്റും. ഇപ്പം ലോകം തേച്ചും പുരുഷനും സ്ത്രീയും ഒരേ അനുവാദത്തിൽ നിലനിൽക്കുന്നു. അപ്പോൾ അതുപോലെയൊക്കെ എല്ലാറ്റിനും അതിൻ്റെ ഒരു ഓർഡർ വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ വർഷത്തിലും ഓരോരോ വർഷങ്ങൾ കഴിയുമ്പോഴും ഓരോ വർഷത്തിലും കോമൺ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ ആ എനർജി വെച്ചിട്ട്, അപ്പോൾ അതിനൊക്കെ ഓരോരോ ഓർഡർ ഉള്ളത് തന്നെയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ ഈ വർഷത്തിൻ്റെ ഓർഡർ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ 9ൻ്റെ എനർജി ഇപ്പോൾ ഞാൻ എൻ്റെ 2025 കുറിച്ചിട്ടുള്ള ഒരു പ്രഡിക്ഷൻ വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇതുവരെ പറയാത്ത ഒരു കാര്യമാണ് ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാകുന്നുള്ളത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വർഷമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായിരുന്നില്ല. അതുപോലെ സൈനിക നടപടികൾ ശക്തമായിട്ടുണ്ടാകുന്നുള്ളതും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഈ വർഷം. അത് എന്തുകൊണ്ട് സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 അത് 9ൻ്റെ എനർജിയാണ്. 9 എന്ന് കഴിഞ്ഞാൽ സർവ്വസേനാധിപൻ്റെ എനർജിയാണ്. അതുപോലെ ദേവനാണ്. യുദ്ധം അതിൽ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. അതേസമയം അതിലൊരു ഇപ്പോൾ ഈ എന്താ പറയുക, വലിയ വലിയ നേതാക്കൾ അവരുടെ ഈഗോ കൊണ്ടൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് നടപടിയിലേക്ക് കടക്കേണ്ടി വരുന്ന, അല്ലാണ്ട് സംസാരിച്ച് അവസാനിക്കുന്ന കാര്യമല്ല എന്നുള്ളത് ആ 2025 എന്ന എനർജിയിൽ ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ എന്താണ് December 31 ഇറക്കിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കൃത്യമായി പറഞ്ഞ കാര്യമാണ്, യുദ്ധം ഉണ്ടാവും, ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാവും എന്നുള്ളത് ഈ വർഷം ഉറപ്പിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ന എനർജിയിൽ വരുമ്പോൾ ഇന്നത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു അത്ഭുതം പോലെ പറയാം. ഞാൻ 2020 എന്ന വർഷത്തെ വീഡിയോയിൽ ഇറങ്ങി. അതുപോലെ ഞാൻ അതിൻ്റെ കൊറോണ വരുന്നൊന്നല്ല പറഞ്ഞത്. പക്ഷേ ലോകം തേച്ചും ഒരുപോലെ ഇമോഷണലി ഡള്ളായിട്ട് രാജ്യത്തിലെ നേതാക്കന്മാർക്ക് പോലും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ ലോകമെമ്പാടും നിലവിലുണ്ടാകുന്നുള്ളത് ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഇത് കണ്ടുപിടിച്ച് പറഞ്ഞു. ആ എനർജി അങ്ങനെയാണ്, ആ എനർജിയിൽ അങ്ങനെയാണ് വരാൻ സാധ്യത. അപ്പോൾ ന്യൂമറോളജിനെ വിശ്വസിച്ച് ഞാൻ അങ്ങനെ പറയാണ്. പ്രഡിക്ഷനാണ്. അതായത് ആ എനർജിയിൽ ലോകം തേച്ചും സ്തംഭിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ 2-0, അതായത് ചന്ദ്രൻ്റെ കൂടെ 0 എന്ന് വരിക, 2ൻ്റെ, അപ്പോൾ അത് റിപ്പീറ്റായിട്ട് വരിക. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥ ഉണ്ടാവും. അത് ഇതുപോലെ കൊറോണ വരുന്നല്ല ഞാൻ പറഞ്ഞത്, ഇതുപോലെ ലോക നേതാക്കൾക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ലോകം തേച്ച് ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ് പറഞ്ഞത്. അല്ലാണ്ട് ഇല്ല. അതുകൊണ്ട് ഈ ഒരു ഓർഡറിനെ നമുക്ക് എപ്പോഴും ഈ എനർജീൻ്റെ ഓർഡർ ഇതുപോലെ ഓരോ നമ്പറിലും ഇന്ന സംഭവമായിരിക്കും എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി പറ്റും. അത് നമ്മളുടെ എക്സ്പീരിയൻസ് കൊണ്ടും ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടുമാണെങ്കിൽ നമുക്ക് അതിനെ കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റുക.
അല്ലാതെ പിന്നെ അതിൽ പ്രാക്ടിക്കൽ, അതായത് കോമൺ സെൻസ് എന്നുള്ളൊരു സംഭവം കൂടി വെച്ചിട്ടാണ് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാണ്ട് ഇന്ന് വർഷത്തിൽ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവരുടെ വയസ്സ് എത്രയായി, ചിലപ്പം 10-ാം വയസ്സുള്ള ഒരു കുട്ടീനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത് അനുകൂലമാണെങ്കിലും, അപ്പോൾ ഇത് നമ്മൾ കോമൺ സെൻസ് വെക്കുക, ഇതാണ്. അപ്പോൾ സ്ഥലകാല ബോധം എന്നുള്ളതും മറ്റൊരു തരത്തിൽ പറയാം. അപ്പോൾ അത് വെച്ചിട്ടും പിന്നെ അവിടെയുള്ള മറ്റ് സംഭവങ്ങൾ എന്താ നടക്കുന്നത് വെച്ചിട്ടുമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യം. പക്ഷേ ഈ എനർജിയാണ് ഇപ്പോൾ വരാൻ പോകുന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ അങ്ങനെയാണ് ഇത് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഈ നമ്പറിനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാം, ഇതിൻ്റെ ഒരു ഓർഡർ എന്നാണ് എനിക്ക് പറയാം. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അതെ മനസ്സിലാക്കി സ്റ്റാർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ബിസിനസ് ഓണേഴ്സിന് പറയുകയാണെങ്കിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തുകൊണ്ട് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു സംഭവമാണ് നെയിം എന്നുള്ളത്. അതെ. അപ്പം ഇതിപ്പം നമുക്ക് മനുഷ്യന്മാരുടെ പേര് മാറ്റാറുണ്ട്. അപ്പം അതേപോലെ ഈ ബിസിനസ്സുകൾക്ക് ഇത് അങ്ങനെ, അല്ലെങ്കിൽ ഒരു ബ്രാൻഡിന് ഒരു നെയിം, അത് അങ്ങനെ എനർജി ആയിട്ട് കണക്ട് ആവാറുണ്ടോ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അത് ബിസിനസ്സിൻ്റെ ഒരു തകർച്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആവാനുള്ള എന്തെങ്കിലും ഒരു ഫാക്ടേഴ്സ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ പൊതുവെ ഓരോരോ എനർജിക്കും, അപ്പോൾ നമ്മളിപ്പോൾ ഒരു എൻജോയ്മെൻറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലത്തിന് ഒരു എനർജി ആയിരിക്കും. ഇപ്പോൾ ബാറാണെങ്കിൽ ബാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ള ഒരു എനർജി. അതേസമയം അവിടെ ഒരു എന്താ പറയുക, ആരാധനാലയം പോലെ, അല്ലെങ്കിൽ നമുക്ക് ഈ ആൾക്കാരെ സഹായിക്കുന്ന അല്ലേ, അപ്പം അങ്ങനെയുള്ള സ്ഥലത്താണ് ഒരു വേറെ. അപ്പോൾ അങ്ങനെ ഓരോരോ സ്ഥലത്തിനും വ്യത്യസ്തമായിട്ടുള്ള എനർജീസാണ്. പഠിപ്പിക്കുന്ന സ്ഥലത്തിനാണെങ്കിൽ അതിൻ്റെ എനർജി, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം അതിന് പേര് കൊടുക്കാൻ. അതേസമയം അതിൻ്റെ ഓണർക്ക് അത് അനുകൂലമായിട്ട് വരികയും വേണം. അപ്പോൾ അങ്ങനെ രണ്ടും കൂടി കാര്യങ്ങൾ കൂടി ജോയിൻ്റ് ആകുമ്പോഴാണ് അതൊരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേര് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുക.